ഈ കാണുന്നതാണ് 31 അടി 32 അടി വള്ളത്തിൻ്റെ ഒരു അച്ചാണ്. അപ്പോൾ ഇതിൽ ഇവർ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് നമ്മുടെ പയ്യനോട് ചോദിക്കാം. തമ്പി, ഇതാദ്യം ഇനി എന്ത് ചെയ്യും ഈ അച്ചിൽ? അപ്പോൾ ഇത് അച്ചിൽ വെച്ചിട്ട് വാക്സ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത ഒരു ഘട്ടമേ ഞാൻ കാണിച്ചു തരാം. ഇതിൽ വച്ചിട്ട് ആ വള്ളം നിർമ്മിച്ച ഒരു ഘട്ടം ഞാൻ കാണിച്ചു തരാം. അങ്ങ് അറ്റ ഇരിക്കുന്ന കേട്ടോ ആ വള്ളം. അപ്പോൾ ആ അച്ചിന്ന് നിർമ്മിച്ച വള്ളമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനിയും ഈ വള്ളത്തിന് മെയിൻ്റനൻസ് വർക്കുകളുണ്ട് കേട്ടോ. നമ്മളത് കാണിച്ചു തരാം. ഈ അച്ചിൽ നിന്നും ഇങ്ങനെയാണ് ഈ വള്ളം ആദ്യം രൂപം കൊള്ളുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇതുപോലെ അറകൾ ആഞ്ഞിലിൻ്റെ തടി കൊണ്ടാണ് വള്ളത്തിനെ ഇങ്ങനെ ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളും നിർമ്മിക്കുന്നത്. അടുത്ത മോഡല് ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാമേ. അതിൻ്റെ ഒരു അടുത്ത ഘട്ടമാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, ഇതുപോലെ അറകൾ നിർമ്മിച്ചിട്ടാണ് ഈ വള്ളത്തിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. കാണുന്നുണ്ടല്ലോ, ഇത് ഓരോ അറകളായിട്ട് നിർമ്മിച്ചു വരുന്നതാണ്. ഇത് മൂന്നാം ഘട്ടമാണ് കേട്ടോ. മൂന്നാം ഘട്ടമാണ് ഒരു ഫ്ലൈവർ വള്ളത്തിൻ്റെ ഒരു മൂന്നാം ഘട്ടമാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കഴിഞ്ഞ് ഇനി നാലാമതായിട്ടുള്ള ആ ഒരു രീതി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുത്ത ഘട്ടം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഈ കാണുന്നത് ഒരു 32 അടി വള്ളത്തിൻ്റെ ഒരു നാലാം ഘട്ടമാണ്. ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഒരു വള്ളത്തിൻ്റെ നിർമ്മാണം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആഞ്ഞിലിൻ്റെ ആ തടിയും കാര്യങ്ങളൊക്കെ വെച്ച് അറകളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അതിനെ മറച്ചിട്ടുള്ള ഫ്ലൈവുഡൊക്കെ വെച്ച് മറച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വള്ളക്കാരാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഞങ്ങൾക്ക് ഇത്ര അറ വേണം, അതുപോലെ ഇത്ര വീതി വേണം, ഇത്ര സൈസ് വേണം എന്നൊക്കെ വള്ളക്കാരാണ് പ്ലാൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കളറും കാര്യങ്ങളും പെയിൻറ്റും കാര്യവും ഡിസൈനൊക്കെ ആ അച്ചിൽ വച്ച് തന്നെയാണ് നിർമ്മിച്ച് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വള്ളത്തിൻ്റെ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഈ കാണുന്നതാണ് ഒരു 32 അടി വള്ളത്തിൻ്റെ ഒരു 5ആം ഘട്ടമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അച്ചിൽ വച്ച് തന്നെ അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ഇട്ട് വള്ളത്തിനെ ലെവൽ ചെയ്തെടുക്കുന്ന ഒരു കാഴ്ചയാണ്. ഇനി ഇവിടെയും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരും. അത് കഴിഞ്ഞാണ് വള്ളക്കാരുടെ ഇഷ്ടപ്രകാരം ഈ വള്ളം അവർ ഈ ബോട്ട് യാർഡിൽ നിന്ന് ഇറക്കി കൊടുക്കുന്നത്. തമ്പി, ഈ ഒരു വള്ളം കെട്ടാനായിട്ട് ഏകദേശം എത്ര രൂപയാകും? ഇത് 31 അടി വള്ളമാണ്. എത്രയാകും ഇത്? ഏകദേശം എത്രയാകും ചേട്ടാ? 2,30,000 രൂപയാണ് ഇതാകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ വള്ളത്തിൻ്റെ സൈസും അതുപോലെ അതിൻ്റെ ഡിസൈനും കാര്യങ്ങൾ അനുസരിച്ചായിരിക്കും ഓരോ വള്ളത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി അവർ തന്നെയാണ്, നമ്മുടെ ഈ ബോട്ട് യാർഡിൻ്റെ ഉടമയും ഈ വള്ളക്കാരും തമ്മിലുള്ള ഒരു ഡീലിങ്ങിന് ശേഷമാണ് ആ വള്ളത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഏകദേശം ഒരു ബോട്ട് നിർമ്മിക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് കണ്ടു കാണുമല്ലോ നമ്മുടെ വീഡിയോ വഴി. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, എല്ലാവർക്കും ഒരു ബായ് പറ. നമ്മുടെ ചേട്ടൻ അവിടെ ഉണ്ട്. ഹായ് പറ ചേട്ടാ. ഓക്കെ, നമ്മുടെ മേശിരിയാണ് കേട്ടോ. അത് നമ്മുടെ സീനിയർ മേശിരിയാണ് നമ്മുടെ ചേട്ടൻ അവിടെ നിൽക്കുന്നത്. ചേട്ടൻ്റെ പേരൊന്ന് പറഞ്ഞു കൊടുത്തേ. ഔസേപ്പോ ജോസഫാ? ഔസേപ്പ് ചേട്ടനാണ്. അതാ പയ്യന്മാരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വേഷം കണ്ട. എല്ലാം ഇത് പുട്ടി പശ അതെല്ലാമാണല്ലേ തമ്പി ഇതൊക്കെ? ഇതെങ്ങനെ, ഇത് എന്തെങ്കിലും പശ കാര്യങ്ങളെ കൊണ്ടുകഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്ത് കളയുന്നത്? പോകത്തില്ല. കൊണ്ടുകൊണ്ട് വരുമ്പോൾ അതൊരു ശീലമായിക്കൊള്ളും. അപ്പോൾ ദേഹത്തൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യും? കഴിയാ പോവോ? പോവും.